നമസ്കാരം. This goes back, as a matter of fact, to extremely fundamental things. നമ്മൾ 1950-കളിലെ ആൾക്കാർക്ക് കൊണ്ടുപോയിട്ട് ഒരു ഐഫോൺ കൊടുക്കുകയെന്ന് വിചാരിക്കും. പകുതി മുക്കാൽ ആൾക്കാർക്ക് അതെന്താണെന്ന് മനസ്സിലാവില്ല. പിന്നെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാൻ പറ്റില്ല അല്ലേ? അതുപോലെ വലിയൊരു ടെക്നോളജിക്കൽ മാറ്റമാണ് ലോകം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പുതിയൊരു ടെക്നോളജി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പഴയ ടെക്നോളജിയിലെ ശീലങ്ങൾ അതേപോലെ കോപ്പി ചെയ്ത് പുതിയ ടെക്നോളജിയിലേക്ക് അഡാപ്റ്റ് ചെയ്യും. 1700-കളിൽ ഗ്യാസ് ലാംപ്സിനും അതുപോലെ തന്നെ കാൻഡിൽ ലൈറ്റ്സിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെയിം ലൈറ്റിംഗ് ഫിക്ചേഴ്സാണ് വിക്ടോറിയൻ എറയിൽ ലൈറ്റ് ബൾബ്സ് വന്നപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ആദ്യത്തെ TV ഷോസ് പലതും റേഡിയോ ഷോസിനെ ഫിലിം ചെയ്തിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ആ ഒരു TV ഇൻഡസ്ട്രിയിൽ നിന്ന് എത്ര അധികം സെക്ടേഴ്സാണ് പുറത്തു വന്നിട്ടുള്ളത്. നവംബർ 30, 2022 ChatGPT ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്. ഇതൊരു കംപ്ലീറ്റ്ലി പുതിയ ടെക്നോളജി ആണെങ്കിലും ഇപ്പോഴും നമ്മളിൽ പലരും ഗൂഗിൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ChatGPT ഉപയോഗിക്കുന്നത്. എൻ്റെ പേര് ജോയൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എന്തിനും ഇങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങും, ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കണം, മോർ അവെയർനെസ്, കൂടുതൽ അവബോധം ഉണ്ടാക്കാം. ഞാൻ ഈ ഒരു AI ഫീൽഡ് വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ജോലി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല. ഇത് 2-3 വർഷത്തിൽ അല്ലെങ്കിൽ 5 വർഷത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ജോലി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് രണ്ടാമത്തെ കാരണം, നമ്മളെല്ലാവരും ഒരു മാരത്തോൺ ഓടുകയെന്ന് വിചാരിക്കും. നമുക്കറിയാം ബാക്കിയുള്ളവർ എത്ര സ്പീഡിലാണ് ഓടുക. അപ്പോൾ നമ്മളും അതേ പേസ് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരു സെക്കൻഡിൽ എല്ലാവരും 2-3 ഇരട്ടി സ്പീഡിൽ ഓടാൻ തുടങ്ങിയെന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ നമ്മൾ മാരത്തോണിൽ ബിഹൈൻഡ് ആവും. ഇത് തന്നെയാണ് ലോകത്ത് നടക്കാൻ പോകുന്നത്. AI അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ AI അഡോപ്റ്റ് ചെയ്യാത്ത ആൾക്കാരെക്കാളും 2-3 തവണ പ്രൊഡക്റ്റീവ് ആയിരിക്കും. അവർ ചിലപ്പോൾ 4-5 പേര് ചെയ്യുന്ന ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനൊരു ടെക്നോളജിക്കൽ മാറ്റം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. ഇനി സമയം വേസ്റ്റ് ചെയ്യാതെ തുടങ്ങാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഡീപ്പ് ലേണിങ്ങിൽ തന്നെ വരുന്ന ജനറേറ്റീവ് AI എന്ന ഫീൽഡാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ ജനറേഷൻസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന AI മോഡൽസിനെ കാണുന്നുണ്ട്, നമ്മൾ ChatGPT പോലുള്ള മോഡൽസ് കാണുന്നുണ്ട്. ഇതെല്ലാം ജനറേറ്റീവ് മോഡൽസിൻ്റെ അടിയിൽ വരുന്നതാണ്. നമുക്ക് ChatGPTയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമേഴ്സ് അഥവാ GPTs എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ChatGPT വർക്ക് ചെയ്യുന്നത്. അപ്പോൾ GPT ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് മോഡൽസിന് എടുത്ത് നോക്കാം. ChatGPT പോലുള്ള മോഡൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടിക്കുന്ന സെൻറ്റൻസിൻ്റെ ബാക്കി പ്രിഡിക്റ്റ് ചെയ്യാം. ഇതിനെയാണ് നെക്സ്റ്റ് ടോക്കൺ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ ടോക്കൺസ് എന്താണ്? എന്ത് തരം ഡാറ്റയും, ലോകത്തുള്ള എന്ത് തരം ഡാറ്റയും നമുക്ക് നമ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഈ നമ്പേഴ്സിനെ നമ്മൾ ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെ നമ്മൾ എംബഡിങ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എല്ലാ ടോക്കണിനും സെപ്പറേറ്റ് എംബഡിങ്സ് ഉണ്ടാവും. ഈ എംബഡിങ്സ് വഴിയാണ് മോഡൽ പഠിക്കുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ ബൈനറി വഴി പഠിക്കുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽസ് പഠിക്കുന്നത് ഇതുപോലുള്ള എംബഡിങ്സ് വഴിയാണ്. GPT-4 അല്ലെങ്കിൽ GPT-3 പോലുള്ള മോഡലുകൾക്ക് നെക്സ്റ്റ് ടോക്കൺ പ്രഡിക്ഷൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് കൊടുത്താലും അവർ അടുത്ത ടോക്കൺ പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സെൻറ്റൻസുകളായിട്ട് ഇങ്ങനെ പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെയുള്ള മോഡൽസിനെ നല്ലൊരു ഹെൽപ്ഫുൾ അസിസ്റ്റൻ്റായിട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയാണ് സിസ്റ്റം പ്രോംപ്റ്റ് വരുന്നത്. അപ്പോൾ സിസ്റ്റം പ്രോംപ്റ്റ് എന്താണ്? നെക്സ്റ്റ് ടോക്കൺ മാത്രം പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു മോഡലിനെ നമുക്ക് ഇതുപോലൊരു അസിസ്റ്റൻ്റ് ആക്കി മാറ്റണമെങ്കിൽ അതിന് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഇന്ന രീതിയിൽ പെർഫോം ചെയ്യണം, ഇന്ന കാര്യം ചോദിച്ചാൽ മറുപടി പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ OpenAI തന്നെ ഉണ്ടാക്കിയിട്ട് ആദ്യം നമ്മൾ അടിക്കുന്ന ഇൻപുട്ടിനേക്കാളും മുൻപ് ഈ ഒരു സിസ്റ്റം പ്രോംപ്റ്റാണ് GPTയുടെ അകത്തേക്ക് പോകുന്നത്. ഈ മോഡലിന് നെക്സ്റ്റ് ടോക്കൺ, അതായത് നല്ലൊരു ഔട്ട്പുട്ട് തരണമെങ്കിൽ ഇനേറ്റ്ലി ഒരു ഐഡിയ ഉണ്ടാവണം ഒരു ഹെൽപ്ഫുൾ അസിസ്റ്റൻ്റ് എങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോൾ ഈ നെക്സ്റ്റ് ടോക്കൺ പ്രഡിക്ഷൻ മാത്രം ചെയ്യുന്ന ഒരു മോഡൽ പോലെ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ഒരു അസിസ്റ്റൻ്റായി മാറി. ഇവിടെയാണ് പ്രോംപ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ആ മോഡലിനെ കൊണ്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളതാണ് പ്രോംപ്റ്റിങ്ങിൻ്റെ ഏറ്റവും മെയിൻ ലക്ഷ്യം. ഇങ്ങനെ ഒരു ടെക്നോളജി വന്നു കഴിയുമ്പോൾ അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാർ ആ ഒരു ടൈം പീരീഡിൽ ഏറ്റവും കൂടുതൽ ത്രൈവ് ചെയ്യും. ഇനി ഫ്യൂച്ചർ വീഡിയോസിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഫ്യൂ ഷോട്ട് പ്രോംപ്റ്റിംഗ്, ചെയിൻ ഓഫ് തോട്ട് പ്രോംപ്റ്റിങ്ങിൻ്റെ പല സെക്ഷനുകൾ, പ്രോംപ്റ്റ് ചെയിനിങ്, ഇതൊക്കെയാണ്. സോ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.